അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നാണ്. ഇതേ ക്വസ്റ്റ്യൻ നോക്കിയേ. കാരണം നമുക്ക് ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ഫിഗർ സ്പേസിൽ ഇരിക്കുന്ന റെക്ടാങ്കിൾ, അതായത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ടച്ച് ചെയ്യാതെ തൊടാതെ ഇരിക്കുന്ന ഒരു റെക്ടാങ്കിൾ ആണ് അല്ലെ. ഇവിടെയും ഗ്യാപ്പ് ഉണ്ട്, ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട്. ആ പടം ഒന്ന് മനസ്സിലുണ്ടായിരിക്കണം. ഇനി ചോദ്യം നോക്ക്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ബി ആൻഡ് ഡി. ബിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം, സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം, ബിയുടെയും ഡിയുടെയും. ഇത് പഠിക്കണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നോക്കൂ, ഇത് എക്സ് ആക്സിസ് ആണെന്നറിയാം, ഇത് വൈ ആക്സിസ് ആണെന്നറിയാം. എക്സിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ, എക്സിന് പാരലൽ ആയിട്ട് അല്ലെങ്കിൽ എക്സിന് സമാന്തരമായിട്ട്, ഇവിടെ തന്നെ വന്നൊന്നില്ല, ഇവിടെയോ എവിടെ വേണമെങ്കിലും വരാം. എക്സിന് പാരലൽ ആണ് ആ ലൈനെങ്കിൽ, എക്സിന് സമാന്തരമാണ് ആ ലൈനെങ്കിൽ, ഈ ലൈനിലെ വൈ കോർഡിനേറ്റുകൾ എല്ലാം സെയിം ആയിരിക്കും, വൈ സൂചക സംഖ്യകളെല്ലാം തുല്യമായിരിക്കും. അപ്പോ എക്സിന് പാരലൽ ആണെങ്കിൽ വൈ കോർഡിനേറ്റ്, വൈ സൂചക സംഖ്യകളെല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഇതാണ് വൈ ആക്സിസ്. വൈക്ക് പാരലൽ ആയിട്ടുള്ള ലൈൻ വരയ്ക്കുവാണ്. ഇവിടെ വേണമെങ്കിലും വരയ്ക്കാം. അപ്പൊ ഇത് ഞാൻ വൈക്ക് പാരലൽ ആയിട്ട് വരച്ച ഒരു ലൈനാണ്. വൈക്ക് പാരലൽ ആണെങ്കിൽ ഇതുപോലെ തന്നെ ഈ ലൈനിന്റെ എക്സ് സൂചക സംഖ്യകളെല്ലാം സെയിം ആയിരിക്കും, അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റ്സ് എല്ലാം സെയിം ആയിരിക്കും. അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? എക്സിന് പാരലൽ ആണെങ്കിൽ, സമാന്തരമാണെങ്കിൽ വൈ സെയിം ആയിരിക്കും. വൈക്ക് പാരലൽ ആണെങ്കിൽ, വൈ ആക്സിസിന് പാരലൽ ആണെങ്കിൽ എന്ത് സെയിം ആയിരിക്കും? എക്സ് സെയിം ആയിരിക്കും. അത്ര ഓർത്തിരുന്നാൽ മതി. പിന്നെ അറിയേണ്ട കാര്യം ഇത് ഇപ്പൊ നോക്കിയേ, ഒരു പോയിന്റ് 2, 3 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ 2 എന്ന് പറയുന്ന നമ്പർ എക്സ് കോർഡിനേറ്റിനെ സൂചിപ്പിക്കും, 3 എന്ന് പറയുന്ന നമ്പർ വൈ കോർഡിനേറ്റ്, വൈ സൂചക സംഖ്യയാണ്. ഇനി നമ്മൾ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചു, എക്സിന് പാരലൽ ആണെങ്കിൽ വൈ സെയിം, കേട്ടല്ലോ. ഇതല്ലേ എക്സ് ആക്സിസ്, എക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ അല്ലേടാ ഇത്, നോക്ക്. അപ്പൊ എക്സിന് പാരലൽ ആണെങ്കിൽ എന്താണ് സെയിം എന്ന് പറഞ്ഞത് നമ്മള്? വൈ സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബിയുടെ സൂചക സംഖ്യ നോക്കിയേ. അപ്പൊ എക്സിന് പാരലൽ ആയിട്ടുള്ള ലൈനാണിത്. ഈ ലൈനിലെ എല്ലാ വൈകളും സെയിം ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ വൈ എത്രയാണ്? 3 അല്ലേ? അത് തന്നെ ആയിരിക്കല്ലേ ഇവിടെ. എക്സിന് പാരലൽ ആണെങ്കിൽ വൈ സെയിം ആയിരിക്കും അല്ലേ? വൈ സെയിം ആയി. എക്സിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ കൂടി ഇല്ലേടാ, അതേ നോക്കിയേ. എക്സിന് പാരലൽ ആയിട്ട് ഇതേ ഒരു ലൈൻ കൂടി ഉണ്ട്, നോക്ക്. ഇതും എക്സിന് പാരലൽ ആണ്. അപ്പൊ ഇതിന്റെ സൂചക സംഖ്യ എങ്ങനെ എഴുതും? ശ്രദ്ധിക്ക്. എക്സിന് പാരലൽ ആണെങ്കിൽ എന്ത് സെയിം ആയിരിക്കും? വൈ സെയിം ആയിരിക്കും. ഇവിടുത്തെ വൈ 9 അല്ലേടാ, അപ്പൊ ഇവിടുത്തെ വൈ എന്തായിരിക്കും? 9 ആയിരിക്കും. വൈ സെയിം ആയി. എക്സ് എല്ലാം നോക്കി കഴിഞ്ഞു നമ്മള്. ഇനി വൈ ആക്സിസ് അല്ലേ ഇത്, വൈക്ക് പാരലൽ ആണെങ്കിൽ എന്ത് സെയിം ആണെന്നാ പറഞ്ഞത്? വൈക്ക് പാരലൽ ആണെങ്കിൽ എക്സ് സെയിം ആയിരിക്കും. ഇതല്ലേ വൈ ആക്സിസ്. വൈക്ക് പാരലൽ ആയിട്ടുള്ള ആദ്യത്തെ ലൈൻ അല്ലടാ ഇത്, നോക്ക്. വൈക്ക് പാരലൽ ആയിട്ടുള്ള ലൈൻ, വൈക്ക് പാരലൽ ആയിട്ടുള്ളതാണ്. സമാന്തരമായിട്ടാണെങ്കിൽ എന്ത് സെയിം ആയിരിക്കും? എക്സ് സെയിം ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ എക്സ് നോക്കടാ, 2 അല്ലേ? അത് തന്നെ ആയിരിക്കല്ലേ ഇവിടെ 2 എഴുതി. അടുത്തത് വൈക്ക് പാരലൽ ആയിട്ട് ഇതേ ഒരു ലൈൻ കൂടി ഉണ്ട്, ഇതേ നോക്ക്. ഇതും വൈക്ക് പാരലൽ ആയിട്ടുള്ള ലൈൻ അല്ലേ? ആണ്. വൈക്ക് പാരലൽ ആയിട്ടാണെങ്കിൽ എന്ത് സെയിം ആയിരിക്കും? എക്സ് സെയിം ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ എക്സ് 7 അല്ലേ? അത് തന്നെ ഇവിടെ വരൂല്ലേ? 7, 3. ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലടാ. എക്സിന് പാരലൽ ആണെങ്കിൽ വൈ സെയിം, വൈക്ക് പാരലൽ ആണെങ്കിൽ എക്സ് സെയിം. ഇത് വേണമെങ്കിൽ വേഗം ഒരു ചോദ്യം കൂടി പറഞ്ഞേ. പെട്ടെന്നൊരു ചോദ്യം എഴുതി കാണിച്ചത്. എന്തേ നോക്ക്. ഞാൻ ഇവിടെ ഒരു 3, 5 എഴുതി, ഇവിടെ ഒരു 9, 11 എഴുതി. എഴുതാം. അപ്പൊ ഇവിടെ നോക്ക്, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. ശ്രദ്ധിച്ചേ. എക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ആണിത് അല്ലെ? എക്സിന് പാരലൽ ആണെങ്കിൽ നമ്മൾ എന്ത് സെയിം ആണെന്നാ പറഞ്ഞത്? വൈ സെയിം ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതല്ലേ വൈ, ഇവിടെ വൈ വരുമല്ലോ, എഴുതി. എക്സിന് പാരലൽ ആയിട്ടുള്ള അടുത്ത ലൈനാണിത്. അവിടെയും എക്സിന് പാരലൽ ആണെങ്കിൽ എന്ത് സെയിം ആണെന്നാ പറഞ്ഞത്? വൈ സെയിം ആണെന്ന്. ഇവിടുത്തെ വൈ 11, അപ്പൊ ഇവിടെയും വൈ എത്ര വരും? 11. ഇവിടുത്തെ വൈ 5, അപ്പൊ ഇവിടെയും വൈ 5 വന്നല്ലോ. ഇനി വൈക്ക് പാരലൽ ആണ്, ഇതല്ലേ വൈ. വൈക്ക് പാരലൽ ആയിട്ടുള്ള ആദ്യത്തെ ലൈൻ അല്ലേ ഇത്? വൈക്ക് പാരലൽ ആയിട്ടാണെങ്കിൽ എന്ത് സെയിം ആണെന്നാ പറഞ്ഞത്? എക്സ് സെയിം. ഇവിടെ എക്സ് 3 അല്ലേ? അപ്പൊ ഇവിടെ 3 വരൂല്ലേ? വന്നു. വൈക്ക് പാരലൽ ആയിട്ടുള്ള അടുത്ത ലൈൻ എന്ത് സെയിം ആയിരിക്കും? എക്സ് സെയിം ആയിരിക്കും. ഇവിടെ 9 അല്ലേ? അപ്പൊ ഇവിടെ 9. എളുപ്പമല്ലടാ? ഭയങ്കര എളുപ്പമല്ലേ? അപ്പൊ ഉറപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഭയങ്കര എളുപ്പം. അപ്പൊ ഇനി വേറൊരു ചോദ്യം കിട്ടിയാണ്.